മാടായിപ്പാറയിലേക്ക് പോവുകയാണ്. അനുമതിയില്ലാതെ ദേവസ്വം ഭൂമിയായ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ സംഭവത്തിൽ പ്രതിഷേധ സംഗമവുമായി BJP പ്രതിഷേധ സംഗമം BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വലിയ കോലാഹലങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ, അതും വനിതാ പ്രവർത്തകർ, അനുമതിയില്ലാതെ ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ കടന്ന് കയറി പാലസ്തീൻ അനുകൂല പരിപാടി സംഘടിപ്പിക്കുന്നു. BJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. വിശദാംശങ്ങൾ മിഥുൻ. അനുമതിയില്ലാതെ ദേവസ്വം ഭൂമിയായ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ പ്രവർത്തകർ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ സംഭവത്തിൽ BJPയുടെ പ്രതിഷേധ സംഗമം നടത്തുകയാണ്. സംഗമം BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. മിഥുൻ, വിശദാംശങ്ങൾ. തിരുവോണ ദിനത്തിലാണ് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മാടായിപ്പാറയിൽ അതിക്രമിച്ച് കടന്നു കയറി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. അതായത് പലസ്തീൻ അനുകൂല പരിപാടിയാണ് അവർ സംഘടിപ്പിച്ചത്. ദേവസ്വം അധികൃതരിൽ നിന്നോ പോലീസിൽ നിന്നോ അനുമതി വാങ്ങാതെ ദേവസ്വം ഭൂമിയിൽ, അതായത് മാടായിപ്പാറ എന്ന ക്ഷേത്രഭൂമിയിൽ കടന്നു കയറിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അന്ന് തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ഈ പരിപാടി നടത്തിയ ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം ഉയരുകയും ചെയ്യുന്നു. അതിന് തൊട്ട് പിന്നാലെ 30ഓളം ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ആ ഒരു നടപടി പോരാ. ഇത്തരത്തിൽ ഒരു ക്ഷേത്രഭൂമിയിൽ അതിക്രമിച്ച് കയറി പരിപാടി നടത്തിയ ആളുകൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയർന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ BJP പ്രവർത്തകർ ഇപ്പോൾ ഈ മാടായിപ്പാറയ്ക്ക് സമീപത്തേക്ക് ഇത്തരമൊരു പ്രതിഷേധ സംഗമം നടത്തുന്നത്. ഓണാഘോഷം അട്ടിമറിക്കാനാണ് ഈ ഒരു ആളുകൾ ശ്രമിച്ചതെന്നൊരു ആരോപണം ഉന്നയിക്കുകയാണ് BJP. അതുകൊണ്ട് തന്നെ ഈ ഓണാഘോഷം അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അത് വെറുമൊരു കേസെടുത്ത് ഒഴിവാക്കുക എന്ന രീതിയിലേക്ക് മാത്രമല്ല, ശക്തമായ നിയമ നടപടി തന്നെ ഇവർക്കെതിരെ വേണം. വീണ്ടും ഇത്തരത്തിൽ ക്ഷേത്രഭൂമിയിൽ അതിക്രമിച്ച് കടന്നു കയറി ഈ ഒരു പരിപാടി നടത്താനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടാകാത്ത രീതിയിലുള്ള നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ BJP ഒരു മാർച്ച് നടത്തുന്നത്. നമ്മളിപ്പോൾ ഇപ്പോൾ BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ചേരുന്നുണ്ട്. KK വിനോദ് കുമാർ, എങ്ങനെയാണ് ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗത്തിന്റെ ഈ ഒരു പ്രതിഷേധത്തെ കാണുന്നത്? നമ്മൾ തുടർ നടപടി എന്താണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? വളരെ പവിത്രമായ ഭൂമിയാണ് മാടായിപ്പാറ. തിരുവർക്കാട്ട് ദേവസ്ഥാനത്തിൻ്റെയും മാടായി വടുകുന്തത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും സ്വത്താണിത്. ഈ മാടായിപ്പാറക്ക് വലിയ പ്രാധാന്യം പൊതുജനങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സുപ്രധാനമായ വിധിയിൽ പറഞ്ഞത് ഇവിടെ കച്ചവടം പോലും അനുവദിക്കാൻ പാടില്ല, മാടായിപ്പാറയിൽ വാഹനങ്ങൾ കയറ്റി വെക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയാണ്. പക്ഷെ നിങ്ങളിപ്പോൾ നോക്കൂ, എത്ര വാഹനങ്ങൾ ഇവിടെ കയറ്റി വെച്ചിരിക്കുന്നു, എത്ര കച്ചവടക്കാർ അവിടെ ആയിട്ടുണ്ട്. ഈ നമ്മുടെ സംസ്കൃതി അതിപുരാതന കാലം മുതൽ നാം ഇതിനെ പരിപാലിച്ചു പോകുന്ന ഭൂമിയാണിത്.
അത്തരമൊരു സ്ഥലത്ത് ഇതുപോലുള്ള കച്ചവടം പാടില്ല, വാഹനങ്ങൾ കയറ്റിവെക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും പോലീസ് അധികാരികൾ നോക്കി നിൽക്കുകയാണ്. നോക്കൂ, CI ഉൾപ്പെടെയുള്ള SI ഉൾപ്പെടെ പോലീസ് അധികാരികൾ നോക്കി നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഇവർക്കെതിരെയും നടപടി സ്വീകരിക്കണം. കാരണം കോടതിയുടെ നിർദ്ദേശം ഇവിടെ പാലിക്കാൻ നാലാം കക്ഷി, ആ കേസിൽ നാലാം കക്ഷി പോലീസ് ചീഫാണ്, ജില്ലയുടെ പോലീസ് ചീഫാണ്. അഞ്ചാം കക്ഷി പഴയങ്ങാടി പോലീസ് CI ആണ്. ഈ 4ഉം 5ഉം കക്ഷികളായ പോലീസ് അധികൃതർ നോക്കി നിൽക്കുകയാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും ആ വിധി നടപ്പിലാക്കാൻ കഴിയാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെയുള്ളത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗേൾസ് വിഭാഗം, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ആ സംഘടന നേതൃത്വം നടത്തിയ പരിപാടി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മാത്രമല്ല ഉയർത്തിയത്. പലസ്തീൻ അനുകൂല മുദ്രാവാക്യം ഉയർത്തുന്നവർക്ക് ഭാരതീയമായൊരു സ്നേഹം വേണ്ടേ? ഇന്ത്യയോടുള്ള സ്നേഹം കാണിക്കണ്ടേ? ഇന്ത്യയോടുള്ള സ്നേഹം കാണിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്ത്യക്കെതിരായ മുദ്രാവാക്യം മിനിഞ്ഞാന്ന് ഉയർന്നു. ഇവിടെ ഇസ്രായേലിൻ്റെ പതാക കത്തിച്ചു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഭാരതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്, സമാധാനത്തിൻ്റെ പാതയിൽ നിൽക്കുന്നവരാണ്. പലസ്തീനെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായമില്ല. പക്ഷേ അതിൻ്റെ മറവിൽ ഇവിടെ ഇന്ത്യക്കെതിരായും ഇസ്രായേലിയുടെ പതാക കത്തിച്ചും ഇന്ത്യക്കെതിരായും നടത്തിയ പരാമർശങ്ങൾ, പ്രതിഷേധങ്ങൾ, അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ പ്രവർത്തനം കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ അനുവദിക്കില്ല. അത് അവർ എവിടെയെങ്കിലും നോക്കിയാൽ മതി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ തീവ്രവാദ പ്രവർത്തനം കണ്ണൂർ ജില്ലയിൽ അനുവദിക്കില്ല. ഈ തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യം മാത്രമേ കണ്ണൂർ ജില്ലക്കാർക്കുള്ളൂ. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന അണികളുണ്ട്, കോൺഗ്രസിൽ വിശ്വസിക്കുന്ന അണികളുണ്ട്, അങ്ങനെ മറ്റ് പലവിധ ഇസ്ലാം മത വിശ്വാസികൾ ബഹുഭൂരിഭാഗവും ഇത്തരം സമീപനത്തിനെതിരാണ്. മഹാഭൂരിപക്ഷം ഇസ്ലാം വിശ്വാസികളും ഈ ഭീകരവാദത്തെ അനുകൂലിക്കുന്നവരല്ല. നോക്കൂ, സമസ്ത, SYS ഇത്തരം സംഘടനകളൊന്നും ഈ തീവ്രവാദവുമായി മുമ്പോട്ട് പോകുന്നില്ലല്ലോ. എന്തേ ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രം ഇത്ര ഒരു ഭീകരവാദ പ്രവർത്തനത്തോട് സമീപനം? ഈ നാടിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ അവരുടെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ഇത്തരം സംഘടനകൾ ഈ നാടിന് അപകടകരമാണ്. ഇവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് BJPക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൊരു കാര്യം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാണ് അനിൽ നമ്പ്യാർ. കാരണം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ. അനിൽ നമ്പ്യാർ, മാടായി തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം, ചുരുക്കത്തിൽ മാടായിക്കാവ് എന്നറിയപ്പെടുന്ന സ്ഥലം, അനുമതിയില്ലാതെ ഈ ദേവസ്വം ഭൂമിയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ കഴിഞ്ഞ ദിവസമാണ് പലസ്തീൻ അനുകൂല പരിപാടി സംഘടിപ്പിച്ചത്. ഇതിലുള്ള പ്രതിഷേധമാണ് BJP ഇപ്പോൾ അറിയിക്കുന്നത്. പ്രതിഷേധ സംഗമം നടക്കുന്നു. മിഥുൻ പിള്ളയാണ് മാടായി കാവിൽ നിന്ന് പരിസരത്ത് നിന്ന് റിപ്പോർട്ട് നൽകിയത്.